ഓക്കെ യെസ്. അപ്പോൾ ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രീ എല്ലാവരും കണ്ടു കാണുമല്ലോ. സത്യം പറഞ്ഞാൽ റേസ് മൊത്തത്തിൽ ഒരു ശോകമായിട്ടുള്ള ഒരു റേസായിരുന്നു. കാരണം നമ്മൾ വിചാരിച്ചതുപോലെയുള്ള ഒരു പേസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതല്ലാതെ ഇതിൽ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സും ലൂയിസും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അതൊരു ലാപ്പ് 30-40 ആ ഒരു അതിന് ബിറ്റ്വീനിലായിട്ട് മാക്സും ലൂയിസും കൂടെ ഒരു 5th പ്ലേസിനായിട്ട് ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രീയുടെ ഒരു സ്ട്രീമിങ് നല്ലതായിരുന്നു. മറ്റേ ഡ്രോൺ ഷോട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. മറ്റേ നേരത്തെ ഒന്നും അങ്ങനെ ആ ഒരു ഷോട്ട് കണ്ടിട്ടില്ല. അത് നൈസ് ഷോട്ടായിരുന്നു. പിന്നെ ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രീയിലെ ഏറ്റവും വലിയ ഫോക്കസ് എന്തായിരുന്നു വെച്ചാൽ റെഡ് ബുൾ ഫോർമുല 1 ടീം തന്നെയായിരുന്നു. പക്ഷേ റെഡ് ബുള്ളിന് ക്വാളിഫയിങ്ങിൽ ഭയങ്കര അടി കിട്ടി. കാരണം മാക്സിൻ്റെ കാര്യം ക്രാഷായി. അതുകൊണ്ട് മാക്സ് ക്വാളിഫൈ ചെയ്തത് P5-ലാണ്. പക്ഷേ റേസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് മാക്സ് പഴയ മാക്സായിട്ട് തന്നെ പോയി. 2021-22 ഉണ്ടായിരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് റേസിംഗിലേക്ക് മാക്സ് പോയി. മാക്സ് ഒന്നുകൂടെ ഉയർത്തെഴുന്നേറ്റ് പോലെയായിരുന്നു. മാക്സ് നല്ലപോലെ എല്ലാവരും ചലഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ലൂയിസിനെ ആണെങ്കിലും ഫ്രണ്ട് റോയിലുള്ള എല്ലാ ഡ്രൈവേഴ്സിനും മാക്സ് നല്ലപോലെ ചലഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞാൽ മാക്സ് അത്ര നന്നായിട്ട് റേസ് ചെയ്തുകൊണ്ട് റേസ് കാണാൻ ഇച്ചിരി കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി. പിന്നെ വേറൊരു ഡിപ്രഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെറാറിയുടെ ആ ഒരു ശോകപരമായിട്ടുള്ളൊരു പെർഫോമൻസ്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ റേസിൽ ബാഴ്സലോണ ഗ്രാൻഡ് പ്രീയിൽ അവരുടെ ആ ഒരു 3 സ്റ്റോപ്പ് സ്ട്രാറ്റജി വർക്കായി. അതായത് ഈ പൊട്ടക്കണ്ണൻ്റെ മാവേലിയർ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു സെറ്റപ്പ് ആയിരുന്നു. ബാഴ്സലോണ ഗ്രാൻഡ് പ്രീയിൽ ലൂയിസിന്റെ ആ ഒരു ഇൻപുട്ട് ഉള്ളത് കൊണ്ടാണ് അവർ ജയിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേന് ലൂയിസിനെ ആദ്യം പിറ്റ് ചെയ്തു. ആദ്യം ഹാർഡ് ടേസിലായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റ് ചെയ്ത് മീഡിയം ടേസ് ഇട്ടു. ഒരു വെർച്വൽ സേഫ്റ്റി കാർ വന്നപ്പോഴത്തേന് അത് കഴിഞ്ഞ് വീണ്ടും പിറ്റ് ചെയ്ത് ഹാർഡ് ടേസ് ഇട്ടു. അതായത് ആ മീഡിയം ടേസ് ഒന്ന് സെറ്റായി വരുന്നതിന് മുമ്പ് തന്നെ വീണ്ടും പിറ്റ് ചെയ്ത് വീണ്ടും ഹാർഡ് ടേസ് ഇട്ടു. ആ സമയത്ത് പിറ്റ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു പൊസിഷൻ ലോസ് ആയിപ്പോയത്. അല്ലെങ്കിൽ ലൂയിസ് ചിലപ്പം പോഡിയത്തിൽ വന്നേനെ. അത് ഫെറാറിയുടെ ടയേഴ്സിന് ഒത്തിരി ഗ്രെയിനിങ് ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ എന്തോ ആ റേസിൻ്റെ ഇടയിൽ കോൺവെർസേഷൻ അങ്ങനെ ഉണ്ടായിരുന്നു. ഫെറാറിയുടെ മറ്റൊരു ഹൈലൈറ്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഫെറാറി ഈ ഒരു റേസിന് വേണ്ടി എഞ്ചിനിലും അപ്ഗ്രേഡ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരുടെ മെയിനായിട്ടുള്ള അപ്ഗ്രേഡ് ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രീയിലേ വരത്തുള്ളൂ. പക്ഷേ ഈ ഒരു ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രീക്ക് വേണ്ടി ചെറിയൊരു അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട് ഒന്നും അവരുടെ റേസിനും കണ്ടില്ല. അവരെ സ്ട്രാറ്റജി മിസ്റ്റേക്ക് കാണിച്ചത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. മെഴ്സിഡസിൻ്റെ കാര്യം, മെഴ്സിഡസ് അവരുടെ പവർ യൂണിറ്റിൽ എസ്പെഷ്യലി ബാറ്ററി ഓവർ ഹീറ്റ് ആകുമ്പോഴത്തേന് ഭയങ്കര സെൻസിറ്റീവാണ്. ഇത് വർക്ക് ചെയ്യാതാവുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രീ പ്രത്യേകിച്ച് അത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഓവർ ഹീറ്റ് ആവാൻ സാധ്യതയുണ്ട്. അത് അവർക്ക് വലിയൊരു ആശങ്കയായിരുന്നു. പക്ഷേ പറയത്തക്ക വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. അത് കസ്റ്റമർ ടീംസിനാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ചിലപ്പോൾ ആ ബാറ്ററി പാക്കേജ് ഒന്ന് റെക്ടിഫൈ ചെയ്തായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ ആ ഒരു മെച്ചം കൊണ്ടായിരിക്കണം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പ് ഇച്ചിലൂടെ ടൈറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റിലുള്ളത് കിമി, സെക്കൻഡ് ജോർജ്, തേർഡ് ലൂയിസ്. അങ്ങനെ രീതിയിലാണ് ഇപ്പോൾ ഓർഡർ ഉള്ളത്. അപ്പോൾ ഒരു കുറച്ചുകൂടി ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ റെഡ് ബുള്ള് ആ ഒരു കംപ്ലീറ്റ് എയറോഡൈനാമിക്സും സൈഡ് പോർട്സും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. പുതിയൊരു കാർ തന്നെയാണ് റെഡ് ബുൾ ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രീയിലേക്ക് കൊണ്ടുവന്നത്. അപ്പം റെഡ് ബുള്ളും കൂടെ ആ ഒരു ഗെയിമിലേക്ക് തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ ടോപ്പ് 5-ലെ ആ ഒരു കോമ്പറ്റീഷൻ ഇച്ചിലൂടെ ടൈറ്റ് ആവും. ഈ സീസൺ ഇച്ചിലൂടെ എക്സൈറ്റിംഗ് ആവും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രീയെ പറ്റി തോന്നുന്നത്? കമൻറ്റ് ചെയ്യൂ.